മക്കളിപ്പം വെയിലും കൊണ്ട് തേരെ പാരെ മൂച്ചിന്റെ ചോട്ടിലും പറങ്കൂച്ചിന്റെ ചോട്ടിലും തോട്ടിലും പാടത്തും ഒക്കെ ഇങ്ങനെ നടക്കായിരിക്കും അല്ലേ. നമ്മള് മക്കൾക്ക് മാത്രല്ല നമ്മൾ വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവും കേട്ടോ. അപ്പതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഒരു മുറിയായിട്ട് എടുക്കണുള്ളൂ. നല്ല വിളഞ്ഞ തേങ്ങ വേണമെന്നില്ല. വിളവ് കുറഞ്ഞതായാലും വിളവ് കൂടിയതായാലും ഇനി ഉണക്ക കൊട്ട തേങ്ങ ആയാലും ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിത് തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കണത്. അതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് തേങ്ങൻ്റെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ നല്ല പോലെ ഒന്ന് വൃത്തിയാക്കിയേ ചെയ്താൽ എന്താണെന്നറിയോ, ഇത് ചിരകുകയാണെങ്കിലും ഇനി നമ്മൾ പൊട്ടിക്കുകയാണെങ്കിലും ഒക്കെ ഇതിൻ്റെ ഈ തൊപ്പൊക്കെ കൊഴിയണീന് നല്ലൊരു സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കിയിട്ടെടുക്കുക. എന്നിട്ടിതാ തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ പൊട്ടിച്ച് വെള്ളമൊന്നും കളയണ്ട. ഇത് നമുക്കിതിലേക്ക് ആവശ്യമാണ്. നമുക്കിത് നല്ല ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു തേങ്ങ വെള്ളം സഹായിക്കൂട്ടോ. പിന്നെ ഈ ഒരു വേനൽക്കാലത്തൊക്കെ തേങ്ങ വെള്ളമൊക്കെ ആരാലും ഒഴിവാക്കുക, അതൊന്നും ആരും ഒഴിവാക്കൂല. കാരണം അത്രക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വെള്ളം കൂടിയാണല്ലോ തേങ്ങ വെള്ളം. അപ്പോൾ ഇതാ നിങ്ങൾക്ക് വേണമെങ്കിലും ഒന്ന് വെച്ചിട്ട് ചെയ്യാട്ടോ. ഞാനിപ്പോൾ ഈ എടുത്ത അളവിൽ നിങ്ങൾ കണ്ടില്ലേ, എന്നാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് മക്കളെ. നല്ല നല്ല ഉണ്ടപ്പക്കറ് ഗ്ലാസ്സിലാണ് ഒഴിച്ചത്. നിങ്ങൾക്ക് ഗ്ലാസ് കുറഞ്ഞ ഗ്ലാസ് ആണെങ്കിലും ഒക്കെ ഒരുപാട് ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ ഇതാ ഞാനിതൊന്ന് ചിരകി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൂണ്ടിട്ടും എടുക്കട്ടോ. പിന്നെ നമ്മൾ നല്ല വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആ ഒരു കാപ്പി ഭാഗം ഒഴിവാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിത് ചിരകുകയാണെങ്കിലും ഇനി പൂണ്ടെടുക്കുകയാണെങ്കിലും ആ കാപ്പി കളർ ഒന്നും ഒഴിവാക്കണ്ട കേട്ടോ. മുഴുവൻ അങ്ങോട്ട് ചിരകിക്കോളി. എന്നിട്ടിതാ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവുകൾ നല്ലോണം ശ്രദ്ധിക്കട്ടോ. ഇനിയിപ്പോൾ കൂടിപ്പോയിച്ച് കുഴപ്പമുണ്ടായിട്ടല്ല, എന്നാലും നമുക്ക് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പിന്നെ ഒരു അര ഗ്ലാസിൻ്റെ താഴെയൊക്കെ ഉണ്ടാവും കേട്ടോ തേങ്ങാ വെള്ളം. അത് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് തുപ്പൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. എത്രയൊക്കെ നമ്മൾ നന്നാക്കിയാലും തുപ്പ് നമ്മൾ വെട്ടുമ്പോൾ എന്തായാലും തേങ്ങ വെള്ളത്തേക്ക് കൊഴിയും. അപ്പോൾ ഇതാ ഞാൻ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അടിക്കല്ല, നല്ലോണം ഒന്ന് അരിഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണല്ലോ ശരിക്കും അങ്ങോട്ട് ആ തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടുക. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കാം. അങ്ങനെ പിഴിഞ്ഞതിന് ശേഷം ഇനിയും നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2-2.5 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിരകാൻ മടിയുള്ള ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂണ്ടെടുക്കാം. എനിക്ക് പൂണ്ടെടുക്കാൻ നല്ല പ്രയാസമാണ്. അപ്പോൾ ഞാൻ ചിരകിയതാണ് കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടം, ഓരോരുത്തർക്കും ഓരോ കഴിവാണല്ലോ. ചിലവർക്ക് നല്ലോണം പെട്ടെന്ന് തേങ്ങ പൂളാനൊക്കെ കഴിയും, ചിലവർക്ക് ചിരകാനായിരിക്കും ഇഷ്ടം. അതൊക്കെ എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്തോളിട്ടോ. ഇനിയിപ്പോൾ ചിരകണമെന്ന് യാതൊരു നിർബന്ധമില്ല, എന്നാൽ പൂണ്ടോളണമെന്ന് അങ്ങനെയില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും ഇതിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു മൂടി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുലുക്കിയെടുത്താൽ ഈ ഇതിൽ ലേശം പാൽ എവിടെയെങ്കിലും ശേഷിപ്പുണ്ടെങ്കിൽ നല്ല പോലെ കിട്ടിക്കോളും. അപ്പോൾ രണ്ടാമത് പിഴിയുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ കിട്ടും. ഇനിയിപ്പോൾ തേങ്ങ ഇല്ല വിചാരിച്ചാൽ നമുക്കിത് ഉണ്ടാക്കണമല്ലോ. നമ്മളെ മക്കളൊക്കെ ഇപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇതുപോലെ തണുത്ത ഈ ഒരു ഐസ് പോലുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടാനായിരിക്കും. അപ്പം നമ്മൾ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതുപോലെ തന്നെ നമ്മളെ വീടിൻ്റെ അടുത്ത് കൂടെയൊക്കെ കൊണ്ടുപോകുന്ന ഐസൊക്കെ വാങ്ങുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇതാണ് കേട്ടോ. അപ്പോൾ അതവിടെ പിഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എടുക്കണത് എന്താ വെച്ചാൽ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. ഒരു 10 രൂപേൻ്റെ പാൽപ്പൊടി പാക്കറ്റ് വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. അത് വാങ്ങാം. ഇത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വേണം നിർബന്ധമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ കോൺഫ്ലോറും ഇപ്പം എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല. അത് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ഇത് ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. നിങ്ങളെ വീട്ടിൽ എന്തായാലും അരിപ്പൊടി ഉണ്ടാവൂലേ. അപ്പോൾ അരിപ്പൊടി ഒരു 3 ഗ്ലാസ് എടുത്തോളി. ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ. കോൺഫ്ലോർ ആണെങ്കിൽ കോൺഫ്ലോർ, അതല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി. ഇനി പാൽപ്പൊടി ഇല്ലെങ്കിൽ അരിപ്പൊടി മാത്രം മതിയാവും കേട്ടോ. കാരണം നമ്മളെ തേങ്ങാപ്പാൽ തന്നെ നല്ല ടേസ്റ്റാണ് മക്കളെ. ഇതിലേക്ക് മധുരമൊക്കെ ചേരുമ്പോൾ നല്ല രസം ഉണ്ടാവും. ഇനിയിപ്പോൾ പാൽപ്പൊടി വേണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ഇത് ഉണ്ടാക്കാതിരിക്കണ്ട. അപ്പം ഞാൻ അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പാൽപ്പൊടിയും കോൺഫ്ലോറും കൂടെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഇതാ നല്ലോണം നമുക്കിതൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു കോൺഫ്ലോറും
ഇതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് നല്ലോണം തളിച്ചതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ തിളക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് പിരിയാണോ എന്ന്. ചെറുതായിട്ടൊരു മുരിമുരി ഇങ്ങനെ വരുന്ന പോലെ തോന്നും. അത് പിരിയല്ല കേട്ടോ. തേങ്ങാപ്പാൽ തിളക്കുമ്പം എങ്ങനെയാണ് നമ്മൾ സാധാരണ പശുമ്പാലും ആട്ടുംപാലും തിളക്കുന്നത് പോലെയല്ല, ചെറുതായിട്ടൊരു പിരിപിരി ഇങ്ങനെ വരും. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിരിഞ്ഞതാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇത് കേടായി എന്നൊന്നും കരുതണ്ട. ഇതപ്പം തന്നെ കാണുമ്പോൾ മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല, വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും നല്ലോണം തളിച്ചിട്ടുണ്ട്. ഒരു പിരിച്ചിട്ട് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ആ ഒരു കോൺഫ്ലോറും അതുപോലെ തന്നെ നമ്മളെ പാൽപ്പൊടിയും മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചെടുത്ത്, അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ പെട്ടെന്ന് ഇത് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചെടുത്ത പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 4 ഗ്ലാസ് വെള്ളത്തോളം ഇതിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. 4 ഗ്ലാസ് വെള്ളമാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 4-5 ഗ്ലാസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഐസിൻ്റെ മോൾഡിലൊക്കെയാണെങ്കിൽ നമുക്കൊരു 10 15 ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വല്ലാത്തൊരു ടേസ്റ്റാണ് മക്കളെ ഇത്. ഒരുപാട് ക്യാഷൊന്നും വേണ്ട, നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവും ഇപ്പോൾ തേങ്ങ. അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ പാകത്തിന്, ഒരുപാട് മധുരമില്ല എന്നാലും ഒരുപാട് കുറവില്ലാത്ത രീതിയിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്ന് ആഗ്രഹമുള്ളവർ 1 ടേബിൾ സ്പൂണും കൂടെ കൂട്ടാം. പിന്നെതാ ഇതിലേക്ക് ഞാൻ ഒരു ലേശം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് അത്ര വലിയ മുന്തിയ മുതലൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും നിങ്ങൾ മക്കൾക്ക് ഈ ഒരു ചൂട് കാലത്ത് ഇത്തരം നല്ല നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുക്കട്ടോ. അതായിരിക്കും നന്നാവുക. അപ്പോൾ ഇവിടെ വാനില എസൻസ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ എടുക്കാഞ്ഞിട്ടാണ്. നല്ലൊരു വാനില ഫ്ലേവറൊക്കെ കിട്ടും. എന്നാലും നമുക്ക് ഈ ഒരു ഏലക്കാപ്പൊടി ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഇത് കറക്റ്റായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൽ ചെറുതായിട്ട് ആ ഒരു ഏലക്കാപ്പൊടീൻ്റെ ആ ഒരു കട്ട കുത്തിയ പോലെ ഉണ്ടാവും. അത് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട കേട്ടോ. കാരണം നമുക്കിത് ചൂടാറി കഴിഞ്ഞാൽ മിക്സഡ് ജാറിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാനൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇത് എവിടെയെങ്കിലും ഒരു കട്ട കുത്തിയ ഏലക്കാപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും അങ്ങോട്ട് മിക്സ് ആയിട്ട് കിട്ടും കേട്ടോ. അതെന്ന് വിചാരിച്ചിട്ടിപ്പോൾ ആരും ടെൻഷൻ ആവണ്ട. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് ഇതൊന്ന് മാറ്റിയിട്ട് ഒരു ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് നല്ല പോലെ തണുത്തിട്ടുണ്ടാവും കേട്ടോ. ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഒരുപാട് ഇളക്കിയും കൊടുക്കരുത് കേട്ടോ. ഇത് നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു വെള്ളം ഉറന്ന പോലെ ഇതിൻ്റെ ആ ഒരു തിക്കൊക്കെ പോയിട്ട് നമ്മളിപ്പോൾ ഒരു പായസായാലും എല്ലാം ഒരുപാട് ആറ്റി കഴിഞ്ഞാൽ അതിന് വെള്ളോർക്കൽ വരും. അത് ഉണ്ടാവരുത്. അനക്കാതെ തന്നെ ചൂടാക്കിയെടുക്കാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ ഒരു മിക്സിഡ് ജാറിലേക്ക് മുഴുവൻ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ടാവുമ്പോൾ ആ ഒരു ചട്ടിയിലുള്ള മുഴുവനായിട്ട് ഫിനിഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മുകൾ ഭാഗം നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പതയ്ക്ക് നമുക്ക് ഇങ്ങോട്ട് മുക്കാം കേട്ടോ. നമ്മൾ ഐസ് നല്ലൊരു ഭംഗിയായിട്ടും പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പത നല്ലോണം മുക്കിയിട്ട് എടുക്കുക. പത എന്തായാലും കുറച്ച് കഴിയുമ്പോൾ പതമൊക്കെ പൊട്ടി പോയിട്ട് നല്ലൊരു ബാറ്ററൈനായിട്ട് നമുക്ക് കിട്ടും. എന്നാലും ഇപ്പം നമുക്കിത് ഒന്ന് ഇങ്ങോട്ട് മുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് മുക്കിയെടുക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ഇപ്പം എല്ലാവർക്കും അറിയാലോ, തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർന്നാലുണ്ടാണ് ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പാൽപ്പൊടിയും കോൺഫ്ലോറും ഒക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അത് ബൗളിലേക്കൊന്നും മാറ്റണില്ല കേട്ടോ. നമുക്ക് മിക്സിഡ് ജാറിൽ തന്നെ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഞാൻ ഐസിൻ്റെ മോൾഡ് എടുക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അതില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മോൾഡിൽ ഒഴിച്ചെടുത്ത് നിങ്ങൾ വിചാരിക്കൂലേ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക, എൻ്റെ അടുത്ത് ഐസ് മോൾഡ് ഇല്ലല്ലോ എന്ന്. അതൊന്നും വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇതുപോലുള്ള ഗ്ലാസ് ആരെ വീട്ടിലല്ലാതിരിക്കുക, എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ നമ്മളെ വീട്ടിലെ കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് സന്തോഷത്തോടു കൂടി ഈ ഒരു കൊടും ചൂടത്ത് ഇഷ്ടം പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ മുറി തേങ്ങ ഉണ്ടെങ്കിൽ എന്തൊരു ഉഷാറിലുണ്ടാക്കി കൊടുക്കല്ലേ, നല്ല നാച്ചുറലായിട്ടുള്ള ഐസ്. അപ്പോൾ ഞാനൊരു 3 കുപ്പി ഗ്ലാസ്സിലോ, ഇനിയിപ്പോൾ കുപ്പി ഗ്ലാസ് ചില ആളുകൾക്ക് വിചാരിക്കും കുപ്പി ഗ്ലാസ്സൊക്കെ തണുപ്പ് തട്ടി ഏറിയാൽ പൊട്ടി പോകില്ലെന്ന്. അതൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരണ്ട്. ഒരു പൊട്ടലും പൊട്ടൂല, ആരും പേടിക്കണ്ട.
എന്താണ് കുപ്പി ഗ്ലാസ്സിൽ 3 ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ വലിയൊരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഞാൻ ഈ ഒരു ഐസിൻ്റെ മുകളിൽ ഒഴിക്കുന്നുണ്ട്. ഐസിൻ്റെ മുകളിൽ ഒഴിക്കുമ്പോൾ നല്ലൊരു പരന്ന ഐസായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മളെ കുപ്പി ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചാൽ നല്ല ഉണ്ടായിട്ട് കിട്ടും. നല്ല രസമാണ് കേട്ടോ കാണാൻ, എന്നാലും കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ ഇതാ 4 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്തെടുക്കാം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഐസ് ഒരു പക്ഷേ നമ്മൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഓഫായി കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം ഒന്നും ഇറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. നിങ്ങളെ കയ്യിൽ ഫോയിൽ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ആരും ടെൻഷൻ ആവണ്ട കേട്ടോ. എന്തെങ്കിലും പാത്രം വെച്ചിട്ട് മൂടി കൊടുത്താലും മതിയാവും. ഇനിയിപ്പോൾ പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അങ്ങോട്ട് വെച്ചാലും മതിയാവും കേട്ടോ. മൂടിക്കോളം നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ മൂടുമ്പോൾ എന്താ പറയുക, നമ്മൾ ആ ഫ്രിഡ്ജൊക്കെ ഓഫ് ആകുമ്പോൾ ഫ്രിഡ്ജിക്ക് ഒരു ടേസ്റ്റ് ചൊയ വരാണ്ട്, ഒരു സ്മെല്ലും ചൊയൊക്കെ. അപ്പം നമ്മൾ എന്ത് തന്നെ ഫ്രിഡ്ജിൽ വെച്ചാലും ആ ഒരു ഭക്ഷണത്തേക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ വരും. നമ്മൾ വത്തക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ എങ്ങനെയായാലും ആ ഒരു കുറച്ച് കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു തരിയൊക്കെ പോയി, ആ ഒരു ടേസ്റ്റൊക്കെ പോയി, പിന്നെ അത് കഴിക്കാനൊന്നും കൊള്ളൂലല്ലോ. അതുപോലെ തന്നെ കേട്ടോ എല്ലാ ഫുഡിൻ്റെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് മൂടിക്കണം, നന്നായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ 2 ഒരു കോല് വെച്ചിട്ടുണ്ട്. പിന്നെ കോല് വെക്കാത്ത എനിക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഒരു 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണേ. ഏതായാലും നമ്മളൊന്ന് എടുത്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഫോയിൽ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്നൊന്നും കിട്ടൂല, നമ്മൾ കുറച്ച് സമയം പുറത്ത് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഇതിന് മേകളിൽ കൂടി ഒഴിക്കുക, അതല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കുക ചെയ്താൽ മതിയാവും. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ഐസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഏതായാലും ഇതൊന്ന് എടുത്ത് നോക്കുക, അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ കേട്ടോ ഞാൻ ഗ്ലാസ് ഇതുപോലൊരു കൈപ്പാട്ടേക്ക് വെക്കുന്നുണ്ട്. നമ്മൾ കൂടുതൽ സമയം പുറത്ത് വെച്ചിട്ട് എടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് എന്താണ് ഒരു വെള്ളത്തിൽ വെക്കാം കേട്ടോ. എന്നാൽ നമുക്ക് അതിൻ്റെ ഉൾഭാഗമൊന്നും പെട്ടെന്ന് അലിയില്ല, എന്നാലും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി കഴിയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല വെണ്ണമുള്ള ഗ്ലാസ്സിൽ വെക്കണം എന്നൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കൂടുതൽ എണ്ണ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ, അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതാ മാഷാ അല്ലാ, എന്തൊരു ഭംഗിയിലേ കാണാൻ. കണ്ടോളി, എന്താണറിയാം, ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് എന്തെല്ലാം നമ്മൾ കടയിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ഒരു കൊട്ടം വേനൽക്ക് ഉണ്ടാവും ഐസേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ മക്കളൊക്കെ ഇങ്ങനെ ഐസിൻ്റെ കച്ചവടമൊക്കെ നടത്തണം. ഓലൊക്കെ വാങ്ങണ്ടെന്നല്ല കേട്ടോ, ഓരൊക്കെ വാങ്ങി സഹകരിക്കണം. കാരണം കുഞ്ഞു മക്കളാണ്, കച്ചവടം ചെയ്യാണ്, നമ്മൾ വാങ്ങണ്ടെന്ന് പറയില്ല. എന്നാലും അതിലൊക്കെ ഒരുപാട് നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റില്ല. പൂതിക്കൊക്കെ കണ്ടോളി എന്തോ ഒരു ഭംഗിയിലേ കാണാൻ, എന്ത് ടേസ്റ്റാണ് അറിയാം ഇത് കഴിക്കാൻ. നമ്മളെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇതൊന്ന് കിട്ടിയാലുണ്ടല്ലോ. പിന്നെ പോരാത്തിന് എന്താ ഇപ്പം നമ്മളിത് ചേർത്തത്, ആരെ വീട്ടിലാ തേങ്ങ ഇല്ലാതിരിക്കുക. ഇനി ഇല്ലാത്തവരാണെങ്കിലും കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു മുറി തേങ്ങ നമുക്ക് എടുക്കണ്ടേ. ഇത്രയൊന്നും അളവ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒരു മുറിൻ്റെ പകുതി മതിയാവും കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാരല്ലേ ആവശ്യമുള്ളൂ. ഏലക്കപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു 2 ചേരുവ വെച്ചാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കട്ടോ. ഒരു പണിയില്ല. നമ്മൾ എത്ര ജോലി തിരക്കിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ലൊരു അടിപൊളി ഐസാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഐസ് കണ്ട നിങ്ങളെല്ലാവരും വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ തരും കേട്ടോ. നിങ്ങളെ ലൈക്ക് കാണുമ്പോൾ ഈ ഒരു ഐസ് കഴിക്കുന്നതിനേക്കാളും ഒരു മനസ്സിനൊരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഈ ഒരു ഐസ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഐസ് നിങ്ങൾ ഈ ഒരു കൊട്ടം വേനൽക്ക് ചൂട് കാലത്ത് എല്ലാ മക്കൾക്കും കഴിക്കാൻ കിട്ടട്ടെ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യട്ടോ. നിങ്ങളെ ഫോണിൽ ഇതെത്തുമ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്താൽ മതിയാവുമല്ലോ. അപ്പോൾ എല്ലാവരും കുഞ്ഞു മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തോളും. ഓലൊക്കെ ഒന്ന് ഹാപ്പി ആവട്ടെ, ഒരു ചിലവില്ലല്ലോ. അപ്പോൾ ഇതാട്ടോ ഞാൻ കോലുള്ളതാണ് കട്ട് ചെയ്തത്. ഇതാണ് കട്ട് ചെയ്യാൻ വേണ്ടി വെച്ചത് കേട്ടോ. പക്ഷെ ഋതു ഓളെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരുന്ന പറഞ്ഞാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കണ്ട് പുട്ടൈസ് കൊടുക്കാനാന്നൊക്കെ പറഞ്ഞ് വെച്ചതാണ്. അപ്പോൾ എനിക്കിത് കട്ട് ചെയ്യാൻ വയ്യ.
അപ്പോൾ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സാണ് കേട്ടോ നല്ല മട്ടത്തിൽ കട്ട് ചെയ്യാൻ പറ്റുക. കോല് വെക്കണ്ട, നിങ്ങൾ കട്ട് ചെയ്യാനുള്ളതാണ്, നിങ്ങൾ കോല് വെക്കരുത് കേട്ടോ. ഞാനിതുപോലെ വെച്ചതുപോലെ വെക്കുക. ഇതിങ്ങനെ കുത്തിയെടുത്തിട്ട് ഒരു കത്തി വെച്ചിട്ട് കുത്തിയാൽ മുഴുവനായിട്ടും ഇങ്ങോട്ട് പോരും കുറ്റിയായിട്ട്. അത് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തമ്പനയിലൊക്കെ ഉണ്ടാക്കാനാവുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്യും. ഇപ്പോൾ വീഡിയോൻ്റെ സമയത്ത് ഓൾ അയക്കണില്ല കട്ട് ചെയ്യാൻ, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഐസ് കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ടല്ലേ. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലോ എവിടെയെങ്കിലുമൊക്കെ പോയ ഇതുപോലത്തെ ഐസ് മോഡൊക്കെ കിട്ടും കേട്ടോ. വലിയ വില ഒന്നുമില്ല, ഒന്ന് വാങ്ങിയാൽ തന്നെ കാലാകാലം ഇതിൽ മക്കൾക്ക് പലതരം ഐസുകളും ഉണ്ടാക്കി കൊടുക്കട്ടോ. അപ്പം ഇനി പലതരത്തിലുള്ള ഐസുകൾ ഞങ്ങൾക്ക് വീഡിയോ കൊണ്ടുവരുന്നതാണ്, സിമ്പിളായിട്ടുള്ള ഐസുകളൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.